ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15 വേഴ്സസ് 4 and 6. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. പരിശുദ്ധ പിതാവേ, ഏറെ ഭവ്യതയോടെ സമർപ്പണത്തോടെ തിരുസന്നിധിയിലുള്ള ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്ത് വരികയാണ്. അങ്ങയ്ക്ക് പാടുവാൻ, തിരുസന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അവിടുന്ന് ഒരു പ്രവൃത്തി ഇന്നത്തെ രാത്രികാലം അങ്ങയുടെ സഭയുടെ മധ്യത്തിൽ ചെയ്യണമേ. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണമേ അപ്പ. ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അപ്പ. ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്നുള്ള ആ പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയാൽ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധി ഞങ്ങളെ താഴ്ത്തി തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിലെ പ്രാർത്ഥനയോടെ ഇരിക്കാം. നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോഴേ ദൈവശാസ്ത്രത്തിൽ, തിയോളജിയിൽ മാത്രമല്ല, നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ നാം ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്കുണ്ട്: ക്രിസ്തുവിൽ ജീവിക്കുക, യേശുവിൽ ജീവിക്കുക. അത് തിയോളജിയിലേക്ക് വന്ന് ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ, ഇപ്പോൾ വായിച്ച വചനഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുക. സഹോദരങ്ങളെ, എന്താ അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനം ഉടനീളം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4 സുവിശേഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ വായിച്ച് കേട്ട വചനത്തെ പോലെ ഇത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു വചനഭാഗമുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിൻ്റെ അർത്ഥം മറ്റ് ദൈവവചന ഭാഗങ്ങളൊന്നും പ്രാധാന്യമുള്ളതല്ല എന്നുള്ളതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ തിരുവായി പൊഴിഞ്ഞ് അരുളി ചെയ്ത ദൈവവചനത്തിൽ വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രധാനപ്പെട്ട ചില ദൈവവചന ഭാഗങ്ങളുടെ മധ്യത്തിൽ ഇത് വളരെ പ്രസക്തിയുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ വാക്യങ്ങൾ. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച നോക്കിക്കേ, അതിൻ്റെ തളർച്ച നോക്കിക്കേ, അതിൻ്റെ സാവധാനത, സ്ലോനെസ് നോക്കിക്കേ. അതിൻ്റെ ഒക്കെ കാരണം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ that all will point out to these verses. ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഹൗ ടു ലിവ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം? നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായത്. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എ ബിലീവർ ഫേസ്. എങ്ങനെ എനിക്ക് വിശ്വാസത്തിൽ ജീവിക്കാം? അതിനപ്പുറം വേറൊരു ചോദ്യം എന്താ ഉള്ളത്? ഇന്നതിൻ്റെ ഉത്തരം ഈ വാക്യങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഈ 15-ാം അധ്യായത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് അകത്ത് 11 പ്രാവശ്യം ഈ വസിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അബൈഡ്, അതിന് ഗ്രീക്കിൽ പറയുന്ന മെനോ. അതുപോലെ തന്നെ യോഹന്നാന്റെ ലേഖനം എടുത്തു കഴിയുമ്പോൾ, യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ലേഖനം, 1-ാമത്തെ ലേഖനം മാത്രം പരിശോധിച്ചാൽ അതിനകത്ത് ഓൾമോസ്റ്റ് 24 times ഈ എക്സ്പ്രഷൻ, ഈ പദപ്രയോഗമുണ്ട്. എന്തുവെന്നറിയാമോ? വസിക്കുക.
ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷണൽ തിങ്. ലിവിങ് ഇൻ ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ ഓർ ഇറ്റ് ഈസ് നോട്ട് പാർഷ്യലി നീഡഡ്. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി നീഡഡ്. ഇറ്റ് ഷുഡ് ബി എസൻഷ്യൽ. ക്രിസ്തുവിൽ വസിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ വസിക്കുക എന്ന് പറയുന്നത് വേണമെങ്കിലാകാം, വേണ്ട എങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഓപ്ഷണൽ അല്ല. അല്ലെങ്കിൽ പകുതി നമുക്ക് യേശുവിൽ വസിക്കാം അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കാം, പകുതി നമുക്ക് തോന്നുന്ന രീതിയിലാകാം, പറ്റില്ല. നമ്മൾ ദൈവത്തിൽ വസിക്കുന്നെങ്കിൽ, ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ പൂർണ്ണമായി വസിക്കണം. അതിനാ ഇവിടെ തന്നിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ എന്താണെന്നറിയാമോ? ഒരു മരത്തിന്റെ ശാഖ ആ മരത്തിൽ വസിക്കുന്നത് എങ്ങനെയാ? പാർഷ്യലായിട്ടാണോ, ഓപ്ഷണലായിട്ടാണോ? അല്ല, അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ വസിച്ചേ പറ്റുമോ? കർത്താവ് പറയുന്നു, ഐ ആം ദ ട്രൂ വൈൻ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്, എന്നിൽ വസിക്കുവിൻ. അപ്പോൾ ഒരു മുന്തിരിവള്ളിയിൽ അതിന്റെ കൊമ്പ് വസിക്കുന്നത് എങ്ങനെയോ അതുപോലെ ആയിരിക്കണം നമ്മൾ കർത്താവിൽ വസിക്കുന്നത്. അല്ലെങ്കിലുള്ള കുഴപ്പം എന്തെന്നറിയാമോ? അതിനാണ് ഞാൻ 6ാമത്തെ വാക്യം കൂടെ വായിച്ചത്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ ഉണങ്ങിപ്പോകുന്ന ആരാന്നറിയാമോ? അവിശ്വാസികളാണ്, ദൈവസമ്പർക്കമില്ലാത്തവർ, ദൈവത്തെ അംഗീകരിക്കാത്തവർ, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയവർ, ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കാത്തവർ, അവരാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്. അന്ത്യനാളിൽ അവർക്ക് സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനത്തിൽ അറിയാം. അത് കേട്ട് ഗ്രഹിച്ചാണ് ശ്രേഷ്ഠമേറിയ ഈ വിളിയിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിച്ചത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു. നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ പുറത്തെറിഞ്ഞു കളയും, നിങ്ങളവിടെ ഉണങ്ങിപ്പോകും. അതായത് ഒരു മരത്തിൽ നിന്ന് അതിന്റെ ശാഖ വെട്ടിമാറ്റിയാൽ എന്താണോ ആ ശാഖയ്ക്ക് സംഭവിക്കുന്നത്? വാട്ട് വുഡ് ഹാപ്പൻ ടു എ ബ്രാഞ്ച് ഇഫ് ഇറ്റ് ഈസ് കട്ട് ഓഫ് ഫ്രം ദ മെയിൻ ട്രീ? Exactly that would happen to you if you choose not to abide in Christ. ക്രിസ്തുവിൽ വസിക്കുവാൻ തക്കവണ്ണം നീ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ വസിക്കുവാൻ നിനക്കും എനിക്കും കഴിയുന്നില്ലെങ്കിൽ, മരത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരു ശാഖയുടെ അവസ്ഥയായിരിക്കും നമുക്ക്. എന്നാ അവിടെ പറയുന്നത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്താണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞത്? Does it mean that some sort of religious activities we do daily for the Lord? അതിന്റെ അർത്ഥം simply being religious is not living in Christ. Coming to the church, singing a few songs, or having a little fellowship with some brothers and sisters. നമ്മൾ ദൈവസഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നിട്ട് ചില പാട്ടുകൾ പാടുന്നു, കൈകൊട്ടുന്നു, ആരാധിക്കുന്നു, മറ്റ് സഹോദരങ്ങളോട് കൂട്ടായ്മ കൂടുന്നു, അല്ലെങ്കിൽ വെളിയിലിറങ്ങി മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു, ജോലി സ്ഥലത്ത് സുവിശേഷം പറയുന്നു, നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ കുറച്ച് റിലീജിയസ് ആക്ടിവിറ്റി ആണോ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? അല്ല. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഇതൊന്നുമല്ല ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു ശാഖ അതിന്റെ മരത്തിൽ എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നുവോ അതുപോലെ ക്രിസ്തുവുമായി നമ്മുടെ ജീവിതം കണക്റ്റഡ് ആകുന്നുവെങ്കിൽ അതാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. Living in Christ means living like a branch in a tree. Perpetual dependence until the end. Perpetual, നിത്യമായ, പൂർണ്ണമായ, പെർമനന്റായ ഒരു ആശ്രയം. എന്നുവരെ ഈ ഭൂമിയിൽ നീ നിലനിൽക്കുന്നുവോ അന്നുവരെ. അതാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. It is talking about a new lifestyle, a day-to-day walk of life. എന്ന് പറഞ്ഞാൽ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു ശാഖ രാവിലെ കണക്റ്റഡായി, ഉച്ചയ്ക്ക് വിട്ടു, വൈകിട്ട് കണക്റ്റഡായി, അങ്ങനല്ലല്ലോ. എപ്പോഴും 24/7 അതിന്റെ നിലനിൽപ്പ് മരത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ എ വോക്ക് ഓഫ് ലൈഫ്, എ സ്റ്റൈൽ ഓഫ് ലൈഫ്, എ ഡേ ടു ഡേ ലൈഫ്, ദൈനംദിന ജീവിതത്തിൽ ആ ഒരു ഡിപ്പെൻഡൻസ്, ആ ഒരു ആശ്രയം, കർത്താവുമായിട്ടുള്ള ബന്ധം അനുദിനം, അതാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊന്ന് പോവുകയാണ്. ഈ വിഷയം ഒന്ന് പഠിക്കാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇഫ് യു ആർ ടേക്കിംഗ് യുവർ സ്പിരിച്വൽ ലൈഫ് സീരിയസ്ലി, മെഡിറ്റേറ്റ് ഓൺ വാട്ട് വി ആർ ഗോയിങ് ടു ഹിയർ നൗ. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ബീയിങ് ഇംപ്രസ്ഡ് അപ്പോൺ ദ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇത് ഇംപ്രസ്ഡ് ആവണം.
അത് എൻഗ്രേവ്ഡ് ആവണം, മറന്നു പോകരുത് ഒരിക്കലും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റമായിട്ട് തീരും. 3 കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കാനായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നു. 1, ലുക്ക് ടു ക്രൈസ്റ്റ്. 2, ലേൺ ഫ്രം ക്രൈസ്റ്റ്. 3, ലീൻ ഓൺ ക്രൈസ്റ്റ്. ലുക്ക് ടു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് നോക്കുക. ലേൺ ഫ്രം ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക. ലീൻ ഓൺ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ചാരുക. ഈ 3 വിഷയങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഈ 3 കാര്യത്തിൽ നമ്മൾ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ, ഈ 3 വിഷയങ്ങൾ ഗൗരവത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒന്ന് ചേഞ്ച് ചെയ്യുവാനായിട്ട് പോവുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വർധനയും ഒരർത്ഥവും ഉണ്ടാവും. എന്താണ് ലുക്ക് ടു ക്രൈസ്റ്റ്? എന്താണ് ക്രിസ്തുവിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ, എവറി സിംഗിൾ ഡേ വി ലുക്ക് അറ്റ് മെനി തിങ്സ് ഇൻ ലൈഫ്. എല്ലാ ദിവസവും ഒന്ന് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലേക്ക് നോക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പല കാര്യങ്ങളിലേക്ക് നോക്കിയാണ് ജീവിക്കുന്നത്. ഏത് കാര്യത്തിലേക്ക് നമ്മൾ നോക്കി ജീവിക്കുന്നുവോ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മളിൽ പലരും ഓരോ സ്ഥാനങ്ങളിൽ ആക്കിയിരിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അതിലേക്ക് നോക്കി നമ്മൾ ജീവിച്ചത് കൊണ്ടാണ്. ചിലർ ധനം സമ്പാദിക്കുവാനായിട്ട് നോക്കി ജീവിക്കുന്നു, ചില സമൂഹത്തിൽ നല്ല നിലയിലെത്തുവാൻ തക്കവണ്ണം, അധികാര ശ്രേണിയിലെത്തുവാൻ തക്കവണ്ണം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നു. ചിലർ സുഖ സൗകര്യങ്ങളുടെ ഒരു ജീവിതത്തെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ലക്ഷ്യമാക്കി ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ ചിലതൊക്കെ നോക്കി നമ്മൾ ജീവിക്കുന്നതോ, ആ നോക്കി ജീവിക്കുന്നതൊക്കെ നമ്മുടെ ലക്ഷ്യമായി മാറുന്നു. ആ ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുന്നു. ചിലർ ആ ശ്രമത്തിൽ ജയിക്കുന്നു, ചിലർ ആ ശ്രമത്തിൽ പരാജയപ്പെടുന്നു. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ലക്ഷ്യങ്ങളില്ലേ? കാരണം എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നതാണ് അവരുടെ ലക്ഷ്യം, അവർ മുന്നമേ കാണുന്നതാണ് അവരുടെ ലക്ഷ്യം. ഹല്ലേലൂയ. So what we look at is our aim and life destination. We are not aimless. What we are today is because of what we looked at. Hallelujah. Some people, they look at their problems. എല്ലാ ദിവസവും അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കും. Some people, they look into the future with a fear. ചിലർ ഭാവിയിലേക്ക് നോക്കുന്നത് ഭയത്തോടെയായിരിക്കും. ചിലർ മറ്റുള്ളവരെ നോക്കി ജീവിക്കും, കമ്പയർ ചെയ്ത് ജീവിക്കും. ചില സാഹചര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കും. ചിലർ അതൊക്കെ നമുക്കറിയാൻ പറ്റും. ചിലർ എൻകറേജ്ഡ് ആകും, ചിലർ ഡിസ്കറേജ്ഡ് ആകും, ചിലർ ആങ്ഷ്യസ് ആകും, ആങ്സൈറ്റി ഉണ്ടാകും. ചിലർക്ക് പലവിധമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ നോട്ടം കൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിലേക്ക്. ക്രിസ്തുവിലേക്ക് നോക്കി ഒരു വ്യക്തിയുടെയും ഹൃദയത്തിനകത്ത് ആങ്സൈറ്റി വരത്തില്ല. യേശുവിലേക്ക് ആര് നോക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഭയം വരത്തില്ല. യേശുവിലേക്ക് ആരെങ്കിലും നോക്കുന്നെങ്കിൽ അവരിലേക്ക് അപകർഷതാബോധം വരത്തില്ല. യേശുവിലേക്ക് ആരെങ്കിലും നോക്കുന്നെങ്കിൽ അവരിലേക്ക് നിരാശ വരത്തില്ല. യേശുവിലേക്ക് ആരെങ്കിലും നോക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള അനിശ്ചിതത്വം ഉണ്ടാകത്തില്ല. യേശുവിലേക്ക് ആരും നോക്കുന്നുവോ അവരുടെ ഹൃദയത്തിലേക്ക് സ്വസ്ഥത കടന്നു വരും, അവരുടെ ഹൃദയത്തിലേക്ക് പ്രത്യാശ കടന്നു വരും, അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ലക്ഷ്യബോധം കടന്നു വരും, അവരുടെ ഹൃദയത്തിൽ സംതൃപ്തി ഉണ്ടാകും. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും എവിടേക്കാണ് നോക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ മറന്നു പോകരുത്. തുടക്കം ഇങ്ങനെയായിരിക്കണം. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം എവിടെയായിരിക്കണം? എൻ്റെ നോട്ടം യഥാർത്ഥ സ്ഥലത്തിലായിരിക്കണം. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നാം ഒരു ദൈവ പൈതലായി തീർന്നു കഴിഞ്ഞപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇനി നീ നോക്കേണ്ടത് ഈ ലോകത്തിലേക്കല്ല, ഇനി നീ നോക്കേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരെയല്ല, ഇനി നീ നോക്കേണ്ടത് ഈ ലോകത്തിൽ ജയം പ്രാപിച്ചു എന്ന് പറയുന്നവരെയല്ല, നീ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കുക. വെയിറ്റ് എ മിനിറ്റ്. ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലല്ലേ എത്തത്തുള്ളൂ? ഈ ഭൂമിയിലുള്ള എൻ്റെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പലർക്കും വരുന്ന ചോദ്യങ്ങളായത്. ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ, ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ചിലത് നേടണമെങ്കിൽ ലോകത്തിലുള്ള ചിലരെ നോക്കേണ്ടി വരത്തില്ലേ? ലോകത്തിലുള്ള ചിലതിനെ നോക്കേണ്ടി വരത്തില്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ,
കർത്താവിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. എന്ത്? 31-32 വാക്യങ്ങളിൽ പറയുന്നു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഒരു മനുഷ്യന്റെ നെസസിറ്റീസ്, അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് എന്താണ് തിന്നുക, എന്താണ് കുടിക്കുക, എന്താണ് ഉടുക്കുക. അതിനുവേണ്ടിയാണ് നമ്മളൊന്ന് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഹോൾ ലൈഫ് കൺസിസ്റ്റ് ഓഫ് ദോസ് 3 നീഡ്സ്. നമ്മുടെ ഫുൾ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ, മൊത്തം ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഈ 3 അടിസ്ഥാനമായ ആവശ്യങ്ങളിലേക്കാണ് എത്തുന്നത്, അല്ലേ? എന്ത് തിന്നണമെന്നുള്ളതാണ്, അതിനുവേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്ത് കുടിക്കണമെന്നുള്ള വിഷയമല്ലേ നമ്മുടെ വിഷയം. എന്ത് ഉടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ പാർക്കണം, ഇതൊക്കെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ. കർത്താവ് പറയുക, നീ അതിനെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. നീ ചെയ്യേണ്ടത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, മുമ്പേ നീ അവനെ നോക്കുക, നീ മുമ്പേ അവനെ അന്വേഷിക്കുക. എന്നിട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നത് ആ 32-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവർ. ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ. ജാതികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായി ഒരു സമ്പർക്കത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കാത്തവർ. ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്നവർ. കർത്താവ് പറയുക, അവരായി ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്, അല്ലെങ്കിൽ വിചാരപ്പെടുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ, ലളിതമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റും? നമുക്കറിയാമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് കരുതുന്നത്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ എത്രമാത്രം ഗൗരവമാണ് നമ്മൾ എടുക്കുന്നവരുടെ ഓരോ ആവശ്യങ്ങളും നടത്തി കൊടുക്കുവാൻ. അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാൻ, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ, അവർക്ക് കിടന്നുറങ്ങുവാൻ, അവരെ സ്കൂളിൽ അയക്കുവാൻ, അവർക്ക് ഷൂസ് വാങ്ങിച്ചു കൊടുക്കുവാൻ, അവർക്ക് പഠിക്കുവാനുള്ളത് ചെയ്യുവാൻ. എന്തിനല്ല, നമ്മൾ ഓരോരുത്തർക്കും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കൺസേൺ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം, അവരെക്കുറിച്ചുള്ള പ്രൊട്ടക്ഷൻ, അവർക്ക് കൊടുക്കുന്ന പ്രൊവിഡൻസ്, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, എവിടെ നീ പാർക്കും, ഈ കാര്യങ്ങളൊക്കെയും സ്വർഗസ്ഥനായ പിതാവിന് അറിയാം നിനക്ക് ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ട് നീ അതോർത്ത് വിചാരപ്പെടണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. നമ്മൾ യേശു കർത്താവിനെ ഒരു വ്യക്തി നോക്കിയാൽ, യേശുവിന്റെ മുഖം ഒരാൾ അന്വേഷിച്ചാൽ, യേശുവിനെ നോക്കി തന്റെ ജീവിതം സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ, എന്നെ കേൾക്കുന്ന ദൈവഭൈതലേ, ഈ ഭൗമികമായ യാതൊരു വിഷയത്തിലും നമ്മൾ ലജ്ജിക്കുവാനോ, നമ്മൾ തോറ്റുപോകുവാനോ, നമ്മൾ നിന്ദിക്കപ്പെടുവാനോ, ഹല്ലേലൂയ, നമ്മൾ ഔട്ട്കാസ്റ്റ് ആകുവാനോ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വാക്യം നിങ്ങൾ നോക്കിയേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ആ യേശു എന്താ ചെയ്തതെന്നറിയാമോ? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്, എന്താ, തൻ്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷമുണ്ടെന്നുള്ള ബോധ്യമോർത്ത്, ഈ 33 വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവ് കടന്നുപോയ ഓരോ ദിവസങ്ങളിലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ള ഒരു ചിന്തയുണ്ട്, ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ സന്തോഷം വരുന്നു. എൻ്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഒരു ജനവുമായി ഞാൻ ഇരിക്കാൻ പോകുന്നു. എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ജനത്തെ ഞാൻ നേടാൻ പോകുന്നു. ദുഷ്ടനായ പിശാചിനെ കാൽവരി ക്രൂശിൽ ഞാൻ തോൽപ്പിക്കുവാനായി പോകുന്നു. ഇനി മനുഷ്യൻ തോറ്റവനല്ല, ഇനി മനുഷ്യൻ ജയിച്ചവനാണ്. താൻ വന്നത് എന്തോ അതിന്റെ ഉദ്ദേശ നിവൃത്തി തിരിച്ചറിഞ്ഞ സന്തോഷത്തിലാണ് കർത്താവ് ഓരോ ദിവസവും ജീവിച്ചത്. ഒരു മഹാസന്തോഷം കർത്താവിന്റെ മുഖത്തത് കാണാനുണ്ടായിരുന്നു എപ്പോഴും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ സന്തോഷം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? ഈ ലോകം കഴിഞ്ഞിട്ടൊരു നിത്യമായ ജീവിതം നമുക്കുണ്ടെന്ന്, കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു ജീവിതമുണ്ടെന്ന്, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, ഭാരമില്ലാത്ത, പാപമില്ലാത്ത ശ്രേഷ്ഠമേറിയ ഒരു ജീവിതം നമ്മുടെ നാഥനോടുകൂടെ നമ്മുടെ മരണത്തിന് ശേഷം ഉണ്ടെന്നുള്ള ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഇവിടെ പറയാ, നീ യേശുവിനെ നോക്കിയാൽ അത് നിനക്ക് കിട്ടുമെന്ന്. ശ്രദ്ധിക്കണമേ, ഈ വാക്യം എഴുതിയിരിക്കുന്നു നോക്കിയേ, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഈ ഭൂമിയിൽ അവനുണ്ടായ സകല അപമാനങ്ങളും, കർത്താവിനെ എത്രമാത്രം ഈ ലോകം അപമാനിച്ചു ദൈവമക്കളെ. ചുറ്റുപാടുള്ളവർ അപമാനിച്ചില്ലേ, അധികാരത്തിലുള്ളവർ അപമാനിച്ചില്ലേ, കൂടെ നടന്നവർ അപമാനിച്ചില്ലേ. ഈ അപമാനമൊക്കെ അവൻ സഹിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? തൻ്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത്. ഹല്ലേലൂയ. ഈ ലോകത്തിന് അപ്പുറം ഒന്നവൻ കണ്ടു, പിതാവിന്റെ സന്നിധി അവൻ കണ്ടു.
ഹല്ലേലൂയ. ശ്രേഷ്ഠമേറിയ ദൈവ മഹത്വം അവൻ കണ്ടു. രാജാവായ താന് ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനുള്ളവനാണെന്നുള്ള ബോധ്യം അവൻ ഓർത്തു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. മൂന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ. നിന്റെ ജീവിതത്തിൽ ക്ഷീണം കടന്നു വരാതിരിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരാതിരിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, ദുഷ്ടനാകുന്ന പിശാച് സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടും കൊണ്ടുവരുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? ക്രിസ്തുവിനെ ധ്യാനിക്കണമെന്ന്. ഹല്ലേലൂയ. ശ്രേഷ്ഠമേറിയ ഒരു ഭാവി അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പല കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ നോക്കാൻ പറ്റും. ഞാൻ ഒത്തിരി വചന എല്ലാത്തിനും റെഫറൻസസ് എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. പല കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ നോക്കണം. നമ്പർ 1, ലുക്ക് ടു ഹിം ഫോർ യുവർ സാൽവേഷൻ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ നോക്കണം എന്ന് പറഞ്ഞാൽ ഭൗമികമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, പ്രാഥമികമായി യേശുവിനെ നീ നോക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യേശുവിനെ നോക്കണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിലർ ഈ മെസ്സേജിനെ തെറ്റിദ്ധരിച്ചേക്കാം. ഹല്ലേലൂയ. ഭൗമികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ യേശുവിനെ നോക്കുന്നത്? അല്ല. നമ്പർ 1, ഒന്നാമത് നീ നോക്കേണ്ടത് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി. കാരണം ഈ ലോകത്തിലുള്ള 80, 90, 100, 120 വർഷമല്ല നിന്റെ ജീവിതം. ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ടൈം. നിത്യമായ ജീവിതമാണ്. അതാണ് നീ ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യം ഉറപ്പാക്കേണ്ടത്. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് നീ ചിന്തിച്ചാൽ മതി. ഇവിടെയുള്ള കുറച്ചു കാലത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ലോകം വിട്ടു കഴിഞ്ഞുള്ള നിന്റെ നിത്യജീവിതത്തെക്കുറിച്ച് ആദ്യം നീ ചിന്തിച്ച് അതിനെ നീ ആദ്യം ഉറപ്പാക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. മോശയ്ക്കും അഹരോനും എതിരായിട്ട് ഇസ്രായേൽ ജനം പെറുപിറുക്കുന്നുണ്ട്. അവിടെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മിസ്രൈമിലേക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു, അവിടെ അതായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവർ മറുതലിക്കുമ്പോൾ ദൈവം അവരോട് കോപിച്ചിട്ട് അവരുടെ മധ്യേ അഗ്നിസർപ്പങ്ങളെ അയക്കുന്നുണ്ട്. ഫെയറി സർപ്പൻസ് വെർ സെന്റ് അമംഗ്സ്റ്റ് ദം. ഈ അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചപ്പോൾ ഒത്തിരി പേര് മരിക്കാൻ തുടങ്ങി. അവർ മരിക്കുവാൻ തുടങ്ങിയപ്പോൾ, അവർ പലരും മരുഭൂമിയിൽ വീഴാൻ തുടങ്ങിയപ്പോൾ അവർ മോശയുടെ അടുത്ത് വന്ന് നിലവിളിച്ചു, യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ മോശയ്ക്ക് യഹോവയായ ദൈവം ഒരു പരിഹാരം കൊടുത്തു. എന്തുവാണെന്നറിയാമോ? ഒരു അഗ്നിസർപ്പത്തെ, താമ്രം കൊണ്ട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കിയിട്ട്, ബ്രാസ് കൊണ്ട് ഒരു ഫെയറി സെർപ്പന്റിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഒരു പോൾ അല്ലെങ്കിൽ ഒരു വലിയ കമ്പിന്റെ മേൽ അതിനെ തൂക്കാൻ പറഞ്ഞു, അതിനെ ഹാങ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്ത്, ഒരു പ്രോമിസ് കൊടുത്ത്. എന്തുവാണെന്നറിയാമോ? ഇനി ആരെങ്കിലും പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ അവൻ ഈ തൂക്കിയിട്ടിരിക്കുന്ന പിത്തള സർപ്പത്തെ നോക്കിയാൽ അവൻ രക്ഷപ്പെടും, അവൻ മരിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇത് തന്നെയാ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു തന്നെ കുറിച്ച് തന്നെ റെഫറൻസ് ചെയ്യുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. മോശ പിത്തള സർപ്പത്തെ, സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ മോശ ഒരു പിത്തള സർപ്പത്തെ ഇസ്രായേൽ പാമ്പ് കടിയിൽ നിന്ന് അഗ്നിസർപ്പത്തിന്റെ കടിയിൽ മരിക്കാതിരിപ്പാൻ തക്കവണ്ണം ഉയർത്തിയതുപോലെ ലോകത്തിന്റെ നെറുകയിൽ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൂക്കപ്പെട്ടത് അഗ്നിസർപ്പം കടന്നതുപോലെ ലോകത്തിൽ പാപത്തിന്റെ പിശാചിന്റെ കടിയേറ്റ്, പാപത്തിന്റെ ചതിയേറ്റ്, പാപത്തിന്റെ കടിയേറ്റ് ആരും മരിക്കുന്നുവോ അവരിൽ ആർക്കെങ്കിലും ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിനെ നോക്കിയാൽ മതി. അപ്പൊ ആദ്യം ക്രിസ്തുവിനെ നമ്മൾ നോക്കേണ്ടത് സാൽവേഷന് വേണ്ടിയാണ്, നിത്യരക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവമക്കളാണെങ്കിൽ ഒരു പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒന്നാമത്തെ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്, ഇന്നെന്റെ അവസാനത്തെ ദിവസമാണെങ്കിൽ കർത്താവേ, വിൽ ഐ മേക്ക് ഇറ്റ്? ഇന്നത്തെ ദിവസമാണ് എൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമെങ്കിൽ കർത്താവേ, ഈ ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഉണ്ടാകുമോ? 2, കർത്താവേ, ഇന്നത്തെ പകൽ അന്ത്യയ്ക്ക് മുമ്പ് യേശു കർത്താവിന്റെ കാഹളം മധ്യാകാശത്ത് മുഴങ്ങുകയാണെങ്കിൽ, ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എടുക്കപ്പെടുമോ? ഈ വിഷയമായിരിക്കണം നമ്മുടെ ജീവിതത്തെ ആദ്യം ബോധർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ജോലിയുടെ വിഷയം ചിന്തിച്ചാൽ മതി കേട്ടോ.
അത് കഴിഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളുടെ വിഷയം ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞ് മറ്റ് പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ആദ്യം നമ്മുടെ ചിന്ത എന്തെന്നറിയാമോ? കർത്താവേ, വിൽ ഐ മേക്ക് ഇറ്റ് ടു ബി വിത്ത് യു ഇൻ ഹെവൻ ഇഫ് ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഫോർ മീ. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. കർത്താവിനെ നമ്മൾ നോക്കേണ്ടത് ഒന്നാമത് നമ്മുടെ ആത്മരക്ഷയ്ക്കായിരിക്കണം. അത് നമ്മൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജാതികൾക്ക് തുല്യമാണ്. ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇഫ് യു ആർ നോട്ട് കൺസേൺഡ് ആൻഡ് ഇഫ് യു ആർ നോട്ട് വറിയിങ് അബൌട്ട് യുവർ ഇറ്റേണിറ്റി, then you are as good as a believer. What is the point of you sitting in the church thinking about the world and worrying about the world and so many things about your life? ഈ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവവുമായിട്ടുള്ള വാസത്തെക്കുറിച്ച് ചിന്തിക്കാതെ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നീയും ഞാനും വറി ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാ ദൈവസഭയിലേക്ക് കടന്നു വന്നത്? എന്തിനാണ് കർത്താവിന്റെ പൈതലാണെന്ന് പറയുന്നത്? എന്താണ് കർത്താവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നത്? അതുകൊണ്ട് നമ്പർ 1 തിങ് വി ഷുഡ് വറി അബൌട്ട് ഈസ്, കർത്താവിൽ വസിക്കണമെന്ന് പറയുമ്പോൾ ദിവസവും അവനെ നോക്കുന്നവനായിരിക്കണം. അവനെ നോക്കി നമ്മുടെ ജീവിതം ആരംഭിക്കണം. 2, ലുക്ക് ടു ഹിം ഇൻ ദി സ്റ്റോംസ്. സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ, കാറ്റിൻ്റെ മധ്യത്തിൽ, കോളുകളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ കർത്താവിനെ നോക്കുന്നവരായിട്ട് തീരണം. ഹല്ലേലൂയ. ഡോക്ടർ തന്ന റിപ്പോർട്ടിലല്ല, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളിലല്ല, നീ കേൾക്കുന്ന ന്യൂസുകളിലോ വാർത്തകളിലോ അല്ല, നിന്റെ ഹൃദയത്തെ കുലുക്കുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ആകുലതയിലേക്ക് കൊണ്ടുവരുന്ന വർത്തമാനങ്ങളിലല്ല നീ നോക്കേണ്ടത്. നീ ക്രിസ്തുവിങ്കലേക്ക് നോക്കണം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പത്രോസ് വെള്ളത്തിന്റെ നടുവിലേക്ക് മുങ്ങിത്താഴുകയല്ലേ. Peter was sinking down into the ocean, into the sea, and we know one good thing that he had done. He was wise. Instead of trying himself, അവൻ തന്നെ അല്ലെങ്കിൽ മുങ്ങാതിരിക്കാൻ തക്കവണ്ണം കയ്യും കാലോട്ട് അടിച്ച് നീന്താനൊന്നും അല്ല ശ്രമിച്ചത്. അവൻ ഒരു കാര്യം ഉറപ്പായി, ഞാൻ എത്ര നീന്തിയാലും ഈ കടലിലടി പോകും. അവൻ ആദ്യം ചെയ്യേണ്ടത് ചെയ്തു. എന്തോന്നറിയാമോ? അവൻ ആദ്യം നിലവിളിച്ച്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ കയ്യിലിരിക്കുന്ന പണികളെല്ലാം നോക്കും, എല്ലാ അഭ്യാസങ്ങളും നോക്കി തോറ്റു പോകുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് സ്റ്റേജിലാണ്, മുമ്പേ സഹോദരൻ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഏറ്റവും സ്റ്റേജിൽ ഭൂമിയുടെ അറ്റത്തെത്തി കഴിയുമ്പോഴാണ് നമ്മൾ കർത്താവിനെ ഓർക്കുന്നത്. ഹല്ലേലൂയ. അതല്ല, ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്റ്റോംസ്, കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന ചില അനുഭവം ദൂരെ നമ്മൾ കാണുമ്പോൾ, ആദ്യം അവന്റെ മാറിലേക്ക് നമ്മൾ ചാരം, അവനെ നിലവിളിക്കണം, കർത്താവിലേക്ക് നോക്കണം. കർത്താവേ എന്നെ സഹായിക്കണമേ, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ആദ്യം നമ്മൾ അതാ ചെയ്യേണ്ടത്, അവസാനമല്ലത് വെക്കേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പ്രശ്നം അതാ, നമ്മളതിനെ അവസാനത്തേക്ക് മാറ്റിവെക്കും. നമ്പർ 3, എന്തിനു വേണ്ടിയാ കർത്താവിനെ നോക്കേണ്ടത്? ലുക്ക് ടു ഹിം ഫോർ സ്ട്രെങ്ത് ടു എൻഡ്യൂർ എന്ന് പറഞ്ഞാൽ, ഈ ഇതിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ബലത്തിന് വേണ്ടി അവനെ നോക്കണം. നമുക്ക് നമ്മുടെ ബലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കർത്താവിൻ്റെ ബലത്തിലേ ചെയ്യാൻ പറ്റൂ. ആ കർത്താവിൻ്റെ ബലത്തിന് പറയുന്ന പേരാണ് കൃപ. നമുക്കൊന്നും നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു ദിവസം ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്ട്രെങ്തിൽ നമുക്ക് കഴിയത്തില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കൃപയിൽ മാത്രമേ നമുക്കതിന് കഴിയൂ. ഹല്ലേലൂയ. കർത്താവ് വളരെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നു. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ ജീവിതമാണ്. ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് ഹ്യൂമൻ ലൈഫ് എവർ ലിവ്ഡ് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് വാസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ ലോകത്തിൽ ഏറ്റവും സംതൃപ്തിയോടെ ജീവിച്ച മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതമായിരുന്നു. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു. ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച് താൻ ജീവിച്ചു. ഒന്നും ബാക്കി വയ്ക്കാതെ താൻ ജീവിച്ചു. ഏറ്റവും സംതൃപ്തമായ ജീവിതം യേശുവിൻ്റെ ജീവിതമായിരുന്നു. അതുപോലെ തന്നെ പിതാവാം ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിച്ച ജീവിതവും യേശുവിൻ്റെ ജീവിതമായിരുന്നു. ഇതാ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് കർത്താവ് തന്നത്. Do you want to have a satisfied life? Personal life or married life or social life or spiritual life, whatever you say. വ്യക്തിപരമായ ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബജീവിതമായിക്കൊള്ളട്ടെ, സാമൂഹിക ജീവിതമായിക്കൊള്ളട്ടെ, ആത്മീക ജീവിതമായിക്കൊള്ളട്ടെ, ഒരു സംതൃപ്തമായ ജീവിതം വേണോ? യേശുവിലേക്ക് നോക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തിട്ട് പറ, കർത്താവേ അങ്ങനെ നയിക്കണമേ, അങ്ങനെ നടത്തണമേ എന്ന് പറഞ്ഞേ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ.
അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഏറ്റവും സംതൃപ്തമായ ജീവിതം കിട്ടുമ്പോൾ തന്നെ പിതാവിന്, സർവശക്തനായ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം മാറും. നാം യേശുവിനെ നോക്കി നാം ജീവിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഗതസമനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് സബ്മിഷൻ. തൻ്റെ ഹിതത്തെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തു. പിതാവെ, തിരുഹിതമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. ഞാനിപ്പോൾ അനുഭവിക്കുവാൻ പോകുന്നത്, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ കൈവിടപ്പെടുന്നത്, കാൽവറി ക്രൂശിൽ അങ്ങ് എന്നെ അറിയുന്നില്ലെന്ന് പറയുന്ന ഒരു സന്ദർഭം വരുന്നു. അങ്ങനെക്ക് മുഖം തിരിക്കും. അന്ധകാരത്തിന്റെ നടുവിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് നഗ്നനായി നാളെ ഞാൻ കിടക്കാൻ പോകുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. He was not asking to remove the shame. He was not afraid to be punished or crucified. What was he worrying about? He was worrying about being given up by the Father. പിതാവ് തന്നെ കൈവിടുമല്ലോ. അതുകൊണ്ട് ക്രൂശിൽ വെച്ച് നിലവിളിച്ചപ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവ് പ്രാർത്ഥിച്ചതല്ലേ? അതിന്റെ അർത്ഥം പിതാവ് അവനെ കൈവിട്ടു. അതാണ് പാനപാത്രം. പിതാവുമായി ഈ നിത്യത മുഴുവനും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വം ഒന്നായി ജീവിച്ചു. അവർ ചേർന്ന് ജീവിച്ചു. ഇവിടെ ഒരു നിമിഷം താൻ കൈവിടപ്പെടുവാൻ പോവുകയാണ്. പൂർണ്ണ മനുഷ്യനായി ഒരു വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി തന്റെ പിതാവുമായി താൻ വേർപെടുവാൻ പോകുന്നു. തന്റെ പിതാവുമായി ചില നിമിഷത്തേക്ക് അന്ധകാരം തന്റെ മേൽ വരികയാണ്. ലോകത്തിന്റെ പാപത്തെ താൻ വഹിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിന് പാപത്തെ നോക്കുവാൻ കഴിയുകയില്ല. പാപവുമായി ഫെലോഷിപ്പ് ചെയ്യുവാൻ കഴിയുകയില്ല. പാപികൾക്ക് വേണ്ടി താൻ പാപത്തെ വഹിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:21 അല്ലെ, നമ്മൾ വായിക്കുന്നില്ലേ വളരെ വ്യക്തമായിട്ട്? അവനെ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. പാപിയാക്കി എന്നല്ല, പാപി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവൻ. കർത്താവ് പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കർത്താവ് പാപിയായില്ല. കർത്താവിനെ പാപമാക്കി മാറ്റി. അടി മുതൽ മുടി വരെ ലോകത്തിന്റെ പാപം മുഴുവനും താൻ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ നിൽക്കുമ്പോൾ പിതാവ് മുഖം തിരിച്ചു. അത് ആ കപ്പ്, ആ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന ഗതസമനയിൽ കർത്താവ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പക്ഷേ താൻ കടന്നു പോകേണ്ടതായതുകൊണ്ട് വീണ്ടും സമർപ്പിച്ച് എന്തുവെന്നറിയാമോ? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിവർത്തിക്കട്ടെ. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയാമോ? ചില ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും അതിലൂടെ കടന്നുപോയേ പറ്റൂ എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അതിലൂടെ ശ്രേഷ്ഠമേറിയ ഒരു ദൈവ പ്രവൃത്തി. മൈ ബ്രദർ, മൈ സിസ്റ്റർ, യു ആൻഡ് ഐ ഫീൽ ദ പെയിൻ, ബട്ട് ഗോഡ് നോസ് ദ പർപ്പസ്. ഞാനും നിങ്ങളും ആ വേദനയാ കടന്ന് അറിയുന്നുള്ളൂ, ആ വേദന മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള ദൈവിക പദ്ധതി ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പോൾ ചില സന്ദർഭങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഇതിലൂടെ പോവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ കർത്താവിനോട് മറുതലിക്കാതെ, അവനോട് മത്സരിക്കാതെ, അതിന് വേറെ വഴികൾ കണ്ടുപിടിക്കാതെ, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമേറിയ ഹല്ലേലൂയ. നമുക്കറിയാം, കാൽവരി ക്രൂശിലേക്ക് വന്നപ്പോൾ അതിനെ സഫറിംഗിലേക്ക് വന്നു. പിന്നെ നമ്മൾ കാണുന്നത് അവസാനം എന്തുവെന്നറിയാമോ? വി സീ ആൻ എംപ്റ്റി ടോംബ്. ശൂന്യമായ ഒരു കല്ലറ കണ്ടു. ദാറ്റ് ഷോസ് ദ വിക്ടറി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കിയാലുള്ള പ്രയോജനം. He will give us strength to endure the life which has been given to us. നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൽ മുന്നോട്ട് നിലനിൽക്കുവാൻ, മുന്നോട്ട് പോകുവാനുള്ള ബലത്തിന് വേണ്ടി നാം ക്രിസ്തുവിലേക്ക് നോക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്പർ 1 നമ്മൾ കേട്ടത് എന്താണെന്നറിയാമോ? ലുക്ക് ടു ഹിം, ലുക്ക് ടു ജീസസ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വസിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവനെ നോക്കുക, നമ്മുടെ ലക്ഷ്യം കറക്റ്റാവുക. ഹല്ലേലൂയ. നമ്മളിൽ അനേകരുടെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിപ്പോകുന്ന കാരണം എന്താണെന്നറിയാമോ? നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എവിടെ നോക്കേണ്ടതെന്ന്. ഒരു ദിവസം നമ്മൾ ലോകത്തിലേക്ക് നോക്കും, ഒരു ദിവസം ജോലിയിലേക്ക് നോക്കും, ഒരു ദിവസം ബാങ്ക് അക്കൗണ്ടിലേക്ക് നോക്കും, ഒരു ദിവസം മോർഗേജിലേക്ക് നോക്കും, ഒരു ദിവസം പ്രശ്നങ്ങളിലേക്ക് നോക്കും. മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ നോട്ടങ്ങൾ പലയിടത്തായി പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ നോട്ടം യേശുവിലേക്കാവട്ടെ. യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ if you put him number 1 in your life, whether it is earthly or heavenly, we don't have to worry about it. ഭൗമികമായിക്കൊള്ളട്ടെ, സ്വർഗീയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടി വരത്തില്ല. അറ്റ് ദ റൈറ്റ് ടൈം ഹി വിൽ പ്രൊവൈഡ്. യഥാർത്ഥ സമയത്തിൽ കറക്റ്റ് ടൈമിൽ അവൻ നമുക്ക് ദാനം ചെയ്യും. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. അത് ഒരിക്കലും മാറത്തില്ല.
ഒരിക്കലും അത് മാറത്തില്ല. ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ, നമുക്ക് വലിയ സാഹചര്യങ്ങളും ചെറിയ സാഹചര്യങ്ങളും ഉണ്ടാകും. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവനാ അവിടെ. ഹല്ലേലൂയ. ഇവിടെ ഈ ലോകത്തിൽ എവിടെ വേണമെന്നും എങ്ങനെ വേണമെന്നും നിശ്ചയിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഈ ചെറിയ പ്രാണിയേക്കാൾ വില കുറഞ്ഞ പ്രാണിയെപ്പോലും അതുപോലുള്ള എൻ്റെ ഈ ചെറിയ നിസ്സാര വിഷയങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യുവാൻ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ലേ? പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പിടിവാശി വെച്ചിട്ട് നമ്മൾ കൊടുക്കത്തില്ല. അപ്പൻ പറയാ, മോനെ നീങ്ങി താ, ഞാനിത് എടുത്തോളാം, നീ എൻ്റെ കൂടെ നടന്നാൽ മതി. കുഞ്ഞുങ്ങൾ കൊടുക്കത്തില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടോയ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ 2 കൈ കൊണ്ട് മുറുകെ പിടിക്കും. അപ്പനെ പിടിക്കാൻ കൈയില്ല, കാരണം എന്താ, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അപ്പൻ എന്ത് പറയുന്നറിയാം, കുഞ്ഞ് നീ അതിങ്ങി തന്നിട്ട് എന്നെ പിടിക്കേ. പിള്ളേർ പിടിവാശിയാണ്, കൊടുക്കത്തില്ല. നമ്മളതുപോലെ ഈ ലോകത്തെ മുറുകെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ നിന്ന് അപ്പൻ പറയുക, നീ എൻ്റെ കയ്യിലൊന്ന് പിടിക്കേ, നിൻ്റെ കയ്യിലുള്ള പ്രശ്നങ്ങളെ എന്നെ എന്താ, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ എൻ്റെ മേലൊന്ന് ഏൽപ്പിക്കേ, ഞാൻ നിന്നെ പുലർത്താം, ഞാൻ നിന്നെ നടത്താം. നമ്മൾ പറയുന്ന നോ. നമ്മൾ ഈ ലോകത്തെ മുറുകെ പിടിച്ചിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുമെന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ടുള്ള പോക്ക്. ഇന്നത്തെ രാത്രി കേൾക്കുക ദൈവവൈതലേ, യു cannot sort out your problems unless and until God intervenes, unless and until God steps in. Your problem would never be solved. നിൻ്റെയും എൻ്റെയും പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. കർത്താവിന് മാത്രമേ കഴിയൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുക. 2 നമ്മൾ കേട്ടു, ലുക്ക് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നോക്കുക, യേശുവിൽ ജീവിക്കുക. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവനിലേക്ക് നോക്കി ജീവിക്കുക അനുദിനം. 2, ലേൺ ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക, യേശുവിൽ നിന്ന് പഠിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതം മുഴുവനും അനുദിനം പഠിച്ചല്ലേ ജീവിച്ചത്? ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് 1 വയസ്സാകുമ്പോൾ തുടങ്ങാൻ പഠിത്തം ആരംഭിക്കും അല്ലേ? ചിന്തിച്ച് നോക്കിയേ, സ്കൂളിങ് ആരംഭിക്കുക അല്ലേ? ആദ്യം അക്ഷരങ്ങൾ ആദ്യം എന്തുവെന്ന് വെച്ചാൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. എന്താ, വീട്ടിൽ പല്ല് തേക്കുന്നത് എങ്ങനെയാണ്, ടോയ്ലറ്റിൽ പോകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ പതുക്കെ പഠിപ്പിക്കാൻ തുടങ്ങും. പിന്നെ സ്കൂളിലേക്കാകാൻ തുടങ്ങും, സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും. ജീവിതത്തിൽ പിന്നെ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ കോളേജാകും, കോളേജ് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി ആകും, പിന്നെ മാസ്റ്റേഴ്സ്, PhD അത് ഇതൊക്കെ പോകും. പിന്നെ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലിയിലും പഠിത്തമല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്നാ നമ്മുടെ പഠിത്തം തീരുന്നത്? 80 വയസ്സുള്ള 90 വയസ്സുള്ള ഒരു അപ്പച്ചനോട് ചോദിച്ച് അപ്പച്ചനും പഠിച്ചുകൊണ്ടിരിക്കുക. Every single day we are learning, we are studying how to live. ഇവിടെ പറയുക, നീ ഈ ലോകത്തിൽ നിന്ന് പഠിക്കാതെ നീ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക. നിനക്ക് പഠിക്കാനുള്ളതെല്ലാം ക്രിസ്തുവിലുണ്ട്. ഈ ലോകത്തിൻ്റെ മാതൃക പിന്തുടരാതെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകരുതെന്നോ കോളേജിൽ പോകരുതെന്നോ യൂണിവേഴ്സിറ്റി പോകരുതെന്നുള്ളതല്ല. അതെല്ലാം നമുക്ക് നല്ലതായി ഈ ലോകത്തിലൊരു ജോലിക്ക് വേണ്ടി മതി. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ പഠിക്കുന്നത്, അല്ലെ മാത്തമാറ്റിക്സ് പഠിക്കുന്നത്, ലാംഗ്വേജസ് പഠിക്കുന്നത്, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നത്, ജോഗ്രഫി ഒക്കെ പഠിക്കുന്നത്, മറ്റെന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് കൊള്ളാം. എന്തിന്? നിത്യജീവന് വേണ്ടിയും നിന്റെ ജീവിതത്തിൽ വിസ്ഡം ഉണ്ടാകാനല്ലത് പഠിക്കുന്നത്. പിന്നെയോ ഈ ഭൂമിയിൽ ഒരു ജോലി നമുക്ക് വേണം, ഒരു പ്രൊഫഷൻ വേണം, ഒരു കരിയർ വേണം. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, എനി സബ്ജക്ട്സ് യു ചൂസ്, ടേക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പ്രയോജനം? പണ്ട് ഇവിടെ നിന്ന് എഴുത്തച്ഛൻ്റെയും അല്ലെങ്കിൽ ചെറുശ്ശേരിയുടെയും, കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, കുഞ്ചൻ നമ്പ്യാരുടെയും ഒക്കെ പാട്ടുകൾ പണ്ട് പഠിച്ചതല്ലേ നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിൽ വല്ല പ്രയോജനം ഇപ്പോൾ ഉണ്ടോ? ഭക്ഷണം കഴിക്കാൻ വിശപ്പ് വരുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടും പാടിക്കൊണ്ടിരിക്കുമായിരുന്നു ഇല്ല. അതൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒന്ന് ജോലി കിട്ടാൻ, അല്ലെങ്കിൽ പിന്നെന്താ മലയാളം വിദ്വാനൊക്കെ പാസ്സായി ആ രീതിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയാ. അതുപോലെ തന്നെ പണ്ട് പഠിച്ച കെമിസ്ട്രി ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കെമിസ്ട്രിയാണ്? ഞാനൊരു ഇക്വേഷൻ ചോദിക്കാൻ പോവാം കെമിസ്ട്രിയുടെ, ആരെങ്കിലും പറയുമ്പോൾ ഇവിടുന്ന് മാത്തമാറ്റിക്സിലോ ട്രിഗണോമെട്രിയോ എന്തെങ്കിലും ഒരു വിഷയം എടുത്ത് നോക്കട്ടെ, അല്ലെ അൽജിബ്ര, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാൽ പറയുമ്പോൾ ഇവിടുന്ന്. പിന്നെ എന്തിനാന്ന് കാണാതെ പഠിച്ചതൊക്കെ? എന്തുമാത്രം അടി കൊണ്ടിട്ടുണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തതിന്. അതുപോലെ ഹിന്ദിയിലെ പദ്യങ്ങളുണ്ട്, ദയാകർദാന ഭക്തിക ഹമേം പരമാത്മാദേന, എന്തുമാത്രം അടി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പാടി. ഞാനൊരു കാര്യം ചോദിക്കുക സഹോദരങ്ങളെ, ഇതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പുസ്തകം, വിശുദ്ധ വചനം. ഒരു ദിവസം 1 പേജെങ്കിലും അന്ന് പഠിച്ചിരുന്നെങ്കിൽ
എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്നേ മാറുമായിരുന്നു. വ്യത്യാസം മനസ്സിലായ സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ്. മറ്റത് പഠിക്കരുതെന്നല്ല, അത് താൽക്കാലികമായ ആവശ്യത്തിന് നമ്മൾ പഠിച്ചോ കുഴപ്പമില്ല. പക്ഷെ നിത്യമായ ഒരു ആവശ്യത്തിന്, ഈ ഭൂമിയിലുള്ള നിന്റെ ജീവിതം ക്രമീകരിക്കപ്പെടേണ്ടതിന്, ഒരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കണം, ഒരു വ്യക്തിയോട് എങ്ങനെ ക്ഷമിക്കണം, ഒരു വ്യക്തിയെ എങ്ങനെ കരുതണം, ഒരു വ്യക്തിയോട് എങ്ങനെ പൊറുക്കണം, ഒരാളെ എങ്ങനെ ബഹുമാനിക്കണം, ഇതൊക്കെ പഠിക്കണമെങ്കിൽ, സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ ജീവിതത്തെ എങ്ങനെ നേടാൻ പറ്റുമെന്ന് പഠിക്കണമെങ്കിൽ, പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണമെങ്കിൽ, ഒരുവൻ നിന്നെ ഉപദ്രവിക്കുമ്പോൾ അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ നീ ഈ പുസ്തകം പഠിക്കണം, യേശുവിൽ നിന്ന് പഠിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചുകൊണ്ട് കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. ആരും എൻ്റെ മെസ്സേജുകളൊന്നും തെറ്റിദ്ധരിക്കരുത്. അത് പഠിക്കരുതെന്നല്ല, അത് പഠിക്കണം താൽക്കാലിക ആവശ്യത്തിന്, കുറച്ച് നാളത്തേക്ക്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ജീവിതകാലം മുഴുവനും അത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ പഠിക്കുന്നത് ക്രിസ്തുവിൽ നിന്നായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. See, Jesus is calling those weary and heavy laden people. ഇവിടെ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, ഇത്ര രാപകലില്ലാതെ അധ്വാനിച്ച് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ എല്ലാ വഴികളിലൂടെ കടന്നു പോയിട്ടും നിരാശ മാത്രം പ്രയോജനമായി, നിരാശ മാത്രം വന്ന് ബുദ്ധിമുട്ടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ, എന്നിൽ നിന്ന് പഠിക്ക്. കർത്താവ് പറയുന്നത്, ഈ ലോകത്തിലെ വലിയ വിദ്വാൻമാരെ നോക്കിക്കേ, വലിയ പണ്ഡിതന്മാരെ നിങ്ങൾ നോക്കിക്കേ, വലിയ ശാസ്ത്രജ്ഞന്മാരെ നോക്കിക്കേ, വലിയ വലിയ സെലിബ്രിറ്റീസിനെ നോക്കിക്കേ, അവരിൽ പലരും ആൽക്കഹോളിക്കാണ്, ഡ്രഗ് അഡിക്ട്സ് ആണ്. അവരിൽ പലരുടെയും ജീവിതം, ചിലർ ആത്മഹത്യ ചെയ്തവരുണ്ട്. അവരുടെ കുടുംബജീവിതം അനേകരുടെ തകർന്നു പോയിരിക്കുക, ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ട്, 1, 2, 3 പ്രാവശ്യം കല്യാണം കഴിച്ചവരുണ്ട്. അവരുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കിക്കേ, അവരുടെ സാമൂഹിക ജീവിതത്തിലേക്ക് നോക്കിക്കേ, പേരും പെരുമയും വിദ്യാഭ്യാസവും ജ്ഞാനവും ക്രെഡൻഷ്യൽസ് എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് ജീവിതമില്ല. ജീവിതം തകർന്നു പോയി. കാരണം അവർ പഠിച്ചതെല്ലാം ലോകത്തിൽ നിന്നാണ്. ഇത് തന്നെയാണ് വിശ്വാസികളായ നമ്മളിൽ പലരും ഉള്ളത്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്ക്. ദിസ് വിൽ സ്പീക്ക് ദ റീസൺ. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചതൊക്കെ ലോകത്തിൽ നിന്നും ലോകത്തിലുള്ളതുമാണ്. കർത്താവിൽ നിന്ന് പഠിക്കുവാൻ്റെ കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല. ലേൺ ഫ്രം ഹിം ഹിസ് ഹ്യൂമിലിറ്റി. കർത്താവിൽ നിന്ന് താഴ്മ എന്തുവാന്ന് നമ്മൾ പഠിക്കണം. ഇതിനൊന്നും ഞാൻ ബൈബിൾ റെഫറൻസ് എടുക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ സമയത്തിന് നിർത്താൻ പറ്റാതെ വരും. ദൈവവചനത്തിൽ കർത്താവിൻ്റെ ഹ്യൂമിലിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായമൊക്കെ ഒന്ന് പഠിക്കണം. ദൈവസ്വരൂപത്തിലിരുന്നവൻ മനുഷ്യനായി തീർന്നു, ദാസനായി തീർന്നു. ഹല്ലേലൂയ. അവൻ കാലുകൾ കഴുകുവാൻ തയ്യാറായിരുന്നു. രാജാവായവൻ കഴുതയുടെ പുറത്ത് കയറി നടന്നു. താഴ്മ, കർത്താവിൽ നിന്ന് നീ താഴ്മ പഠിക്കുക. മറ്റുള്ളവർ നിന്നെ ഉയർത്തുന്നില്ലെന്ന് കാണുമ്പോൾ, മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ, നിനക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നില്ലെന്ന് കാണുമ്പോൾ, മറ്റു പലരും നിന്നെ പുറത്താക്കുന്ന സന്ദർഭം വരുമ്പോൾ നീ പ്രതികരിക്കാതെ കർത്താവിനെ നോക്കി പഠിക്കുക. കർത്താവേ, ഈ മനുഷ്യരെല്ലാം എന്നെ ഉയർത്തിയാലും ഞാൻ എവിടെ ഉയരാൻ പോകാനാ? ഓർക്കണമേ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞതാ, മനുഷ്യൻ നിന്നെ ഉയർത്തിയാൽ മനുഷ്യൻ്റെ പൊക്കത്തിലേ ഉയർത്തത്തുള്ളൂ, പക്ഷെ ദൈവം നിന്നെ ഉയർത്തിയാൽ ദൈവം ഇരിക്കുന്ന പൊക്കത്തിൽ ഉയർത്തും. ദൈവം ഇരിക്കുന്ന പൊക്കം എവിടെ? സ്വർഗമാണ്. അപ്പോൾ ഇതിലാരാ ഉയർത്തേണ്ടത്? നമ്മളെ. കർത്താവ് പറഞ്ഞു, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിരിപ്പിൻ. മനുഷ്യന് നമ്മളെ ഉയർത്താൻ വേണ്ടി ആരും ആഗ്രഹിക്കരുത്, ആരും നോക്കരുത്. മനുഷ്യൻ ഉയർത്തിയാലും താഴ്ത്തിയാലും അതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടരുത്. നീ വ്യാകുലപ്പെടേണ്ടത്, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ലേൺ ഹ്യൂമിലിറ്റി ഫ്രം ഹിം, ലേൺ ഒബീഡിയൻസ് ഫ്രം ഹിം. അനുസരണ എന്താണെന്ന് പഠിക്കുന്നത് കർത്താവിൽ നിന്ന് പഠിക്കുക. കർത്താവ് എന്താ? ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും പിതാവിൻ്റെ കീഴിൽ അവൻ അനുസരണയുള്ളവനായി ജീവിച്ചു. അത് മാത്രമാണോ? തനിക്ക് മേൽ ആരെയൊക്കെ ദൈവം അധികാരത്തിൽ വെച്ചോ അവർക്കൊക്കെയും കർത്താവ് കീഴ്പ്പെട്ടിരുന്നു. അത് ജോസഫിനും മേരിക്കും മാത്രമല്ല, അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് മാത്രമല്ല, റബ്ബിമാർക്ക് മാത്രമല്ല, അതുമല്ല അവരുടെ അധികാരികൾക്ക്, ഗവർണർ ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവിടുത്തെ എംപറർ ആയിക്കൊള്ളട്ടെ,
ചക്രവർത്തി ആരുമായിക്കൊള്ളട്ടെ, രാജാവായിക്കൊള്ളട്ടെ, അവർക്കൊക്കെയും അവൻ കീഴ്പ്പെട്ടിരുന്നു. വി നീഡ് ടു ലേൺ ഒബീഡിയൻസ് ഫ്രം ദ ലോർഡ്. അനുസരണ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാ അനുദിനം ക്രിസ്തുവിന്, ഇതാ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ചിരിക്കുന്ന യേശുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേട്ടതുപോലെ വന്ന് 4 പാട്ട് പാടുക, ഉച്ചത്തിൽ കിടന്ന് ബഹളമുണ്ടാക്കുക, ഇതൊക്കെ നല്ലതാ സഹോദരങ്ങളെ. അകത്ത് ജീവിതമില്ലെങ്കിൽ എന്താ പ്രയോജനം? കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയുമെന്ന. ഞാൻ കർത്താവിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല, കർത്താവിന് വ്യക്തമായിട്ടറിയാം. അപ്പോൾ കർത്താവിൽ വസിക്കുക എന്നുള്ളത്, 1, കർത്താവിങ്കിലേക്ക് നോക്കി ജീവിക്കുക. 2, കർത്താവിൽ നിന്ന് അനുദിനം പഠിച്ച് ജീവിക്കുക. ലേൺ ഫ്രം ഹിസ് സബ്മിഷൻ. അവൻ്റെ സമർപ്പണത്തിൽ നിന്ന് അവൻ കീഴ്പ്പെട്ടത് കാണുമ്പോൾ, കർത്താവെ, എൻ്റെ കർത്താവ് എല്ലാവർക്കും കീഴ്പ്പെട്ടവനായിരുന്നല്ലോ ഈ ഭൂമിയിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മേൽ വെച്ചിരിക്കുന്ന എല്ലാ അധികാരത്തിനും ഞാൻ കീഴ്പ്പെടുക. സ്കൂളിലുള്ള ടീച്ചേഴ്സിനും ഞാൻ കീഴ്പ്പെടുക. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കേട്ടെ, സം ടീച്ചേഴ്സ് മേ നോട്ട് അപ്രൂവ് യു, സം ടീച്ചേഴ്സ് മേ നോട്ട് അക്സെപ്റ്റ് യു, someone may constantly find fault with you. You know, some people, they have no light of God. They don't fear God. When you are ridiculed, when you are rejected, when you are not accepted, learn from Christ how he was submitting to his authorities over him. ഹല്ലേലൂയ. കർത്താവിന് തനിക്ക് മേലുള്ള അധികാരത്തിന് കീഴ്പ്പെട്ടതുപോലെ, അതുപോലെ ലേൺ ഫ്രം ഹിസ് കമ്പാഷൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുവാനായിട്ട് കഴിയും, അവരുടെ മനസ്സലിഞ്ഞ, ഹി ഹാഡ് കമ്പാഷൻ ഫോർ ദം. മറ്റുള്ളവരോട് നമുക്ക് കമ്പാഷൻ, മറ്റുള്ളവരോട് കരുണയുള്ളവരായിട്ട് നമുക്ക് തീരണം. നമ്മുടെ കർത്താവ് എന്ത് കരുണയുള്ളവനായിരുന്നോ. നമുക്കിതൊന്നും ഒരു വിഷയവുമല്ല. നമ്മൾ പറയുന്നത് യേശുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്, ക്രിസ്തുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്. പക്ഷെ ഇതൊന്നും നമ്മളിലില്ല. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടത്തില്ല, അപ്പനെ അമ്മയും മക്കൾ ബഹുമാനിക്കത്തില്ല, തന്നെ തങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന അധികാരികൾക്ക് കീഴ്പ്പെടുവാൻ സമ്മതമില്ല, നമുക്ക് സൗകര്യമില്ല, നമുക്ക് താഴ്മ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. 1 പറഞ്ഞാൽ 9 നമ്മൾ പറയും. പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ഐ ആം എ ക്രിസ്ത്യൻ. മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, if we continue in this lifestyle, we will be shocked one day. Jesus would say, I never knew you, because you were living in lawlessness. താഴേക്ക് വായിച്ചു വരുമ്പോൾ എനിക്ക് സമയമില്ല പോകാൻ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. കർത്താവിൽ വസിക്കുന്നുള്ള തെളിവ് അവിടുത്തെ വചനത്തിൽ നമ്മൾ നിൽക്കും. അവിടുത്തെ വചനം എന്ന് പറയുന്ന ഒരു ബൗണ്ടറിയാണ്. അവിടുത്തെ വചനം എന്ന് പറയുന്ന ഫെൻസാണ്. നമുക്കറിയാം, ഈ കോമ്പൗണ്ടിൻ്റെ ഒക്കെ അവിടെ ഫെൻസ് അവർ കെട്ടിയിട്ടുണ്ട്, മതിൽ കെട്ടിയിട്ടുണ്ട്. മതിൽ പോലെ അല്ലെങ്കിൽ ടിമ്പർ കൊണ്ട്, തടി കൊണ്ട്, പലക കൊണ്ട് അവർ മതിൽ വെക്കും. ചിലർ കല്ലുകൊണ്ട് മതിൽ കെട്ടും. അത് എന്തിനാണ് കെട്ടിയിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടുന്ന് ആരും അങ്ങോട്ട് ചാടരുത്, അവിടുന്ന് ആരും ഇങ്ങോട്ട് ചാടരുത്. അതാ ഫെൻസിങ് എന്ന് പറയുന്നത്. ഒരു ദൈവപൈതലിൻ്റെ ചുറ്റുമുള്ള ഫെൻസിങ് ആണ് ദൈവത്തിൻ്റെ തിരുവചനം. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് കർത്താവ് പറയുന്നു, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് പറയുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ചിലത് കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൽ പറയുന്നതിന് വേലി എന്നാണ് പറയുന്നത് അല്ലേ? ചില സമയത്ത് കാണാം വേലിയുടെ ഒരിച്ചിര പൊളിഞ്ഞിരിക്കാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ടിയപ്പോൾ നമ്മളൊന്ന് പൊക്കിയിട്ടെടുത്ത് അപ്പുറത്ത് ചാടിട്ട് അത് അടച്ചു വെക്കും. എന്നിട്ട് ചാടി ഇപ്പുറത്ത് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വേലി പൊളിക്കും, പിന്നെ വേലി കെട്ടും, വേലി പൊളിക്കും, വേലി കെട്ടും. ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, 90% ബിലീവേഴ്സ് മേ ബി ഡൂയിങ് ദാറ്റ്. സ്വന്തം ഇഷ്ടം വരുമ്പോൾ നമ്മൾ വചനത്തെ മാറ്റും, ആവശ്യം കഴിയുമ്പോൾ പിന്നെ വചനത്തിൽ നമ്മൾ നിൽക്കും, നമ്മുടെ ആവശ്യം വരുമ്പോൾ വചനം കുറയ്ക്കും. ഐ ടെൽ യു മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, we will have a shock one day. I have no hesitation in saying that. If you and I continue to, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക, അപ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ എല്ലാത്തിനും I am absolutely sure one day you and I have to stand before God to give an account, because his name was defamed. അവൻ്റെ നാമത്തെ നമ്മൾ ദുഷിച്ചു. Hallelujah, because we forfeited our identity for other things. അടുത്ത വാക്യം നോക്കി, ലേൺ ഫ്രം ഹിസ് എൻഡ്യൂറൻസ്. അവൻ കഷ്ടത്തിൽ, പ്രയാസത്തിൽ, മുമ്പേ കേട്ടതുപോലെ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ പിതാവ് അവനെ അനുവദിച്ചപ്പോൾ അതിലൊക്കെയും അവൻ സഹിഷ്ണുതയോടെ കടന്നുപോയി ദൈവകൃപയിൽ ആശ്രയിച്ച്. വി നീഡ് ടു ലേൺ ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് അത് പഠിക്കണം. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ നിന്ന് അത് പഠിച്ചു. അതുകൊണ്ടല്ലേ ഒന്ന് ഓർത്ത് നോക്കി, അവരങ്ങോട്ട് പറയായിരുന്നു. പത്രോസിനോട് ചോദിച്ചു,
പത്രോസിനോട് പറഞ്ഞു നിന്നെ ക്രൂശിക്കാൻ പോവാന്ന്. പത്രോസ് എന്തോ പറഞ്ഞെന്നറിയാമോ? എന്നെ തലകീഴായിട്ട് ക്രൂശിച്ചോളെ. അവർക്ക് മരണം പേടിയില്ലായിരുന്നു. കാരണം എന്നാണെന്നറിയാമോ? തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവർക്കറിയാം. ഇവിടെ മരിച്ചു വീഴുന്ന നിമിഷം അവിടെ ഉണരുമെന്നറിയാം അവർ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും, കർത്താവെ ആ ഒരു വിശ്വാസമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് തന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എന്ത് മാറിയനേമായിരുന്നു. They were not afraid of death because they knew that the minute they are killed, the minute they die, the next second, the next moment, they are with the Lord's presence. നമുക്കൊക്കെ ആ വിശ്വാസം വന്നിട്ടില്ല സഹോദര. ആ സന്തോഷം നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. സഹോദരി, നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സോ ലേൺ ഫ്രം ഹിം. ഫൈനലി ഇൻ ദാറ്റ് സെഷൻ, ലേൺ ഫ്രം ഹിസ് ഡിപ്പെൻഡൻസ് ഓൺ ദ ഫാദർ. പിതാവിലുള്ള അവൻ്റെ ആശ്രയം നമ്മൾ പഠിക്കണം. ഈ ഭൂമിയിൽ താൻ ജീവിച്ചപ്പെടുകയും എവരി സിംഗിൾ ഡേ ഹി വാസ് ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഫാദർ ഫോർ എവരി സിംഗിൾ നീഡ്. തൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങൾക്കും താൻ ആശ്രയിച്ചത് പിതാവിനെ മാത്രമായിരുന്നു. നമ്മളത് പഠിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ ആവശ്യങ്ങളിൽ എവിടെയെങ്കിലും യേശുവിന് കുറവ് വന്നോ സഹോദരങ്ങളെ? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, പിന്നെ കർത്താവ് ജനിച്ച സമയത്ത് പൊന്നു, മൂര്, കുന്തിരിക്കവുമായിട്ടൊക്കെ രാജാക്കന്മാർ വന്ന് കാഴ്ചവെച്ചില്ലേ? They brought gold and frankincense and all those stuff. They were all expensive things. എന്തിനാ അവർ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിന് കൊടുത്തത്? A time was coming. They had to flee from Bethlehem to Egypt. ഹേരോദാവ് ഇവിടെ ഈ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവരെങ്ങോട്ടാണ് ഓടിയത്? അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോയി. മിസ്രൈമിൽ പോയി ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? കാശ് വേണ്ടേ? ആരിലും ഉണ്ടോ മിസ്രൈമിൽ കൊടുക്കാൻ? ഐ ബിലീവ് ദേ ഹാവ് യൂസ്ഡ് ഈ പൊന്നും ഒരു കുന്തിരിക്കൊക്കെ അവിടെ വിറ്റ് കുറേ കാലം അവർക്ക് അവിടെ ജീവിക്കാനുള്ള പ്രൊവിഷൻ കിട്ടി. ഗോഡ് ന്യൂ വെൽ ഇറ്റ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹി പ്രൊവൈഡഡ് ബിഫോർ ദാറ്റ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കർത്താവിന് വേണ്ടി സ്വർഗം കരുതിയത്. പിതാവിൽ ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ, ആര് ദൈവത്തോട് പറ്റിയിരിക്കുന്നുവോ, അവർക്കൊരു മുട്ടും ഉണ്ടാവത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. God is my shepherd, Yahweh is my shepherd, and I shall not be in want. എനിക്ക് മുട്ടുണ്ടാവത്തില്ല. കാരണം അതാത് സമയങ്ങളിൽ എനിക്ക് വേണ്ടത് അവൻ എനിക്ക് തരും. നമ്മുടെ വിശ്വാസം അതായിരിക്കണം. ഇതാ ലേൺ ഫ്രം ഹിം. നൗ ദ ഫൈനൽ പോയിന്റ് ഈസ് ലീൻ ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ചാരിയുള്ള ജീവിതമായിരിക്കണം. ഒന്ന്, ക്രിസ്തുവിനെ നോക്കിയുള്ള ജീവിതം. രണ്ട്, ക്രിസ്തുവിൽ നിന്ന് പഠിച്ചുകൊണ്ടുള്ള ജീവിതം അനുദിനം. മൂന്ന്, ക്രിസ്തുവിൽ ചാരിയുള്ള ജീവിതം. ഇതിനെയാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞത്. ലൈഫ് ഹാസ് എ വേ ഓഫ് റിമൈൻഡിങ് us how fragile we are. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിനൊക്കെയും നമ്മളെ ഒരു വലിയ പാഠം പഠിപ്പിക്കാനുണ്ട്. എന്തോന്നറിയാമോ? നോ മാറ്റർ ഹൗ ക്ലെവർ യു ആർ, നോ മാറ്റർ ഹൗ ബിഗ് യു ആർ സ്റ്റിൽ ഫ്രജൈൽ. എന്ന് പറഞ്ഞാൽ നീ എത്ര മിടുക്കനായാലും ശരി, നീ എത്ര വലിയവനാണെന്ന് നിനക്ക് തോന്നിയാലും ശരി, നീ ബലഹീനമാകുന്ന ചില നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. Responsibilities pile up. Unexpected storms come. Prayers seem delayed. In those moments, we often try to stand in our strength only to discover how limited we truly are. പല സന്ദർഭങ്ങളിലും ഓർക്കണമേ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകിപ്പോയേക്കാം. പ്രശ്നങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചേക്കാം. സമ്മർദ്ദങ്ങൾ നമ്മുടെ ചുറ്റും പെരുകിയേക്കാം. നമുക്കെതിരെ കാറ്റുകൾ ആഞ്ഞടിച്ചേക്കാം. ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിക്കും. എന്തിനാ? ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നമ്മളെത്ര മിടുക്കരായാലും നമ്മൾ ബലഹീനരാണെന്ന് സത്യം തിരിച്ചറിയാൻ വേണ്ടി. ലീൻ ഓൺ ക്രൈസ്റ്റ്, നോട്ട് ഒക്കേഷണലി, നോട്ട് പാർഷ്യലി, ബട്ട് കംപ്ലീറ്റ്ലി. ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഒരു പൊടിക്കുഞ്ഞ് തൻ്റെ അമ്മയുടെ ചെസ്റ്റിൽ ആശ്രയിച്ചിരിക്കുന്നത് പോലെ ഒരു പൊടിക്കുഞ്ഞിൻ്റെ ആശ്രയം അമ്മയാ എപ്പോഴും മുറുകെ പിടിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തു നോക്കിയ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആരിലും പേടിപ്പിക്കാന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? പോകുന്ന പുറകോട്ട് പോകും അല്ലേ? പിന്നെ നമ്മളെ നോക്കത്തില്ല. നോക്കുമോ? യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം സേയിങ്? നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളെ പേടിയാന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? മുഖം തിരിച്ചിട്ട് ഷോൾഡറിലോട്ട് മറിഞ്ഞു കിടക്കും. അമ്മയെ ക്ലിങ് ഓൺ ചെയ്യുക. അതുപോലെ യേശുവിനെ ചാരണമെന്നാണ് പറയുന്നത്.
ഈ ലോകം നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, പ്രതികൂലം നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, പിശാച് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, നീ പ്രതീക്ഷിച്ചതൊക്കെ നിനക്ക് എതിരായി പോകുമ്പോൾ, നിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലെന്ന് നിനക്ക് തോന്നുമ്പോൾ, അതിന് നീ വൈകുന്നു തോന്നുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? യേശുവിനോട് നീ ചാരണം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. എന്തോ ഒരു പ്രത്യാശയുള്ള പാട്ടാണ്. ഞാൻ സിയോൻ സഞ്ചാരിയാണ്, ക്രൂശിൻ്റെ പാതയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. പക്ഷേ ഞാൻ യേശുവിൽ ചാരിയായ യാത്ര ചെയ്തത്. നീ ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല ദൈവപൈതലേ. മാർക്ക് മൈ വേർഡ്, മാർക്ക് മൈ വേർഡ്. എല്ലാം കഴിഞ്ഞെന്ന് നീ കരുതുന്നെങ്കിൽ അനേക വർഷങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്ക് സാക്ഷിയായി നീ ജീവിച്ച്, ഹല്ലേലൂയ, നീ മാനത്തോടെ ഈ ഭൂമി വിട്ടുപോകും യേശുവിൽ നീ ചാരിയാൽ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഒന്ന്, യേശുവിൽ നീ ചാരുമ്പോൾ ഹി ബിക്കംസ് യുവർ ഫൗണ്ടേഷൻ. യേശുവിൽ നീ ചാരിക്കഴിയുമ്പോൾ അവൻ നിന്റെ അടിസ്ഥാനമായി മാറും. കാറ്റടിച്ചാലും കോളടിച്ചാലും വൻമഴ വന്നാലും എല്ലാം ഇളകി മറിഞ്ഞാലും ശരി, നിന്റെ അടിസ്ഥാനം യേശുവിലാണെങ്കിൽ, അവിടുത്തെ വചനത്തിലാണ് നീ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ, അവിടുത്തെ വാഗ്ദത്തത്തിലാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ നീ വീഴത്തില്ല. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഈസ് ഷുവർലി യുവർ ഫൗണ്ടേഷൻ. യേശു നിന്റെ അടിസ്ഥാനമാണ്, അവനെ ചാര്. 2, ലീൻ ഓൺ ക്രൈസ്റ്റ് ഇൻ യുവർ വീക്ക്നെസ്. നിന്റെ ബലഹീനതയിൽ നീ അവനിൽ ചാര്. Proverbs 3:5-6 സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എനിക്ക് ഇംഗ്ലീഷിലൊക്കെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് സമയമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനതിന് മുതിരുന്നില്ല. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് മൈ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതുന്നു. നിന്റെ ബുദ്ധിയിൽ നീ ആശ്രയിക്കരുത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ലീൻ ഓൺ ഹിം. When you have difficult subjects to study, when you don't know what decision you have to take about your future, whether it is your studies or marriage or whatever it is, lean on Christ. Tell the Lord, I am clever in mathematics, I am clever in English, but about life I am a fool. I don't know what to do. Lord, I am leaning on you. I tell you, he will never allow you to be ashamed. നിങ്ങളെ ലജ്ജിക്കാൻ ദൈവം വിട്ടുകളയത്തില്ല. Hallelujah. Our understanding is limited. We see a moment, but God sees until the eternity. നമ്മൾ ഒരൊറ്റ നിമിഷമേ കാണുന്നുള്ളൂ കേട്ടോ, പക്ഷെ കർത്താവിൻ്റെ നോട്ടം വലുതാ. Hallelujah. Praise God. Hallelujah. How do we learn on Christ? അടുത്ത 5 മിനിറ്റുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു നിർത്തുക പെട്ടെന്ന്. How do we lean on Christ? യേശുവിൽ എങ്ങനെ ചാരാനായിട്ട് പറ്റും? 1, ത്രൂ ദ പ്രയർ. എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് തീരണം. അതിന് മുഴങ്കാലിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്കാണ് പ്രാർത്ഥന ആവശ്യം എന്നുള്ളത് അറിയാമോ? ബലഹീനർ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. എനിക്ക് ബലമില്ലെന്നൊരു വ്യക്തി പറയുന്നെങ്കിൽ ആ വ്യക്തിയെ പ്രാർത്ഥിക്കത്തുള്ളൂ. എനിക്കെല്ലാത്തിനും കഴിവുണ്ട്, എനിക്കെല്ലാം ഉണ്ടെന്ന് പറയുന്നവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. അവർക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാർത്ഥന മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ ബലഹീന, തൻ്റെ ബലത്തിൽ ആശ്രയിക്കാത്തവൻ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ജോലി സ്ഥലത്ത്, വാഹനം ഓടിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, രാത്രിയിലെങ്ങാനും ഉണരുമ്പോൾ എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കണം. I tell you, my brother, my sister, that is one way of leaning on Christ. കർത്താവേ, അങ്ങയുടെ ജീവനിലല്ലാതെ എനിക്ക് നിലനിൽപ്പില്ല. Like a helpless baby, pour out your heart and your burden before him. നിസ്സഹായനായ കുഞ്ഞിനെ പോലെ നിന്റെ ഹൃദയവും നിന്റെ ഭാരങ്ങളും നിന്റെ വേദനകളും കർത്താവിൻ്റെ സന്നിധി നീ പകരം. അതിന് മുഴങ്കാലിരിക്കണം എന്ന് നിർബന്ധമില്ല. മുഴങ്കാലിരിക്കുമ്പോൾ ഏറ്റവും നല്ലതാ. പക്ഷേ ഏത് സമയത്തും കർത്താവേ, ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയാ കർത്താവേ. God will hold on you
He will take care of you. Christ will protect you. He will lead you. And He will make sure no calamity will ever strike you. That is His promise. Because you put your trust in Him. നീ അവരിൽ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട്, നീ അവരിൽ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട്, നീ അവനിൽ ചാരിയിരിക്കുന്നതുകൊണ്ട് നിൻ്റെ മേലൊരു അനർത്ഥവും വരുവാൻ സ്വർഗം അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. കാരണം എന്നറിയാമോ? 91-ാം സങ്കീർത്തനം പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെക്കുറിച്ച്. അവിടുന്ന് സങ്കേതവും. ഹല്ലേലൂയ. താഴേക്കൊക്കെ സങ്കീർത്തനം ഒന്ന് വായിച്ചേ. നീ യേശുവിൽ ചാരുന്നെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദത്തം നിന്നിലും എന്നിലും നിവർത്തിക്കും. 2, ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനവുമായിട്ടുള്ള ബന്ധം. സ്ക്രിപ്ചർ, ഇതൊന്ന് കേൾക്കണമേ. സ്ക്രിപ്ചർ ആങ്കേഴ്സ് അവർ ഹാർട്ട്സ് വെൻ അവർ ഇമോഷൻസ് ട്രൈ ടു ഡ്രിഫ്റ്റ് us away. ദൈവത്തിൻ്റെ തിരുവചനം ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നങ്കൂരമിടുക. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ നങ്കൂരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ തിരശ്ശീലയ്ക്ക് ഇപ്പുറത്താണ് നങ്കൂരം വിട്ടിരുന്നെങ്കിൽ നമ്മൾ ആടും. പക്ഷേ ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എൻ്റെ നങ്കൂരം ഉള്ളത്. അതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ നങ്കൂരം എന്ന് പറഞ്ഞാൽ അറിയാമോ? ആങ്കർ. യു നോ വാട്ട് ഈസ് നങ്കൂരം? അറിയാമല്ലോ. കപ്പലൊക്കെ പോകാതിരിക്കാൻ തക്കവണ്ണം വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമുണ്ട്, അത് തറച്ചു വെച്ചിരിക്കും. സോ ദ ഷിപ്പ് വോണ്ട് ഡ്രിഫ്റ്റ്. കപ്പലും വള്ളവും ബോട്ടൊന്നും ഓടിപ്പോകത്തില്ല. ഇവിടെ പറയാം, ദൈവത്തിൻ്റെ തിരുവചനം നിൻ്റെ നങ്കൂരമാണ്. നിൻ്റെ ഇമോഷൻസ് നിന്നെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ചലിക്കാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിൻ്റെ നങ്കൂരം. സോ ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്, ത്രൂ പ്രയർ, ത്രൂ വേർഡ് ഓഫ് ഗാഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നുമില്ലാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവിടുത്തെ വായല്ലോ അത് കൽപ്പിച്ചത്, അവിടുത്തെ ആത്മാവത്രേ അതിനെ കൂട്ടിവരുത്തിയത്. ദൈവവചനം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഈ അടുത്ത സമയത്ത് കേൾക്കാനിടയായി. ദൈവവചനം പതിവായി ധ്യാനിക്കുന്ന ഒരു വ്യക്തി, ഒത്തിരി ഒന്നും ധ്യാനിക്കേണ്ട, കുറച്ച് സമയം ദൈവവചനത്തിൽ കുറച്ച് ഭാഗമെടുത്ത് ധ്യാനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ഒത്തിരി കണക്കുകൾ പറയുന്നുണ്ട്. ചിലതൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്, പക്ഷേ ഞാനത് സമയമെടുക്കുന്നില്ല എക്സ്പ്ലെയിൻ. അതിൻ്റെ നക്ഷൽ ഇതാണ്, അതിൻ്റെ സമ്മറി ഇതാണ്. ഹീ വിൽ നെവർ വേവർ, ഷീ വിൽ നെവർ വേവർ, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആങ്കർ. അതൊരു നങ്കൂരമാണ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 1 നമ്മൾ കേട്ടു, ത്രൂ പ്രേയർ. 2, ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. 3, ത്രൂ ഒബീഡിയൻസ്. ഈച്ച് ആക്ട് ഓഫ് ഒബീഡിയൻസ് ഈസ് എ സ്റ്റെപ്പ് ഓഫ് ലേണിംഗ്, ചൂസിങ് ഹിസ് വിൽ ഓവർ അവർ ലൈഫ്, ഓവർ അവർ വിൽ. ഈച്ച് സ്റ്റെപ്പ് ഓഫ് ഒബീഡിയൻസ്, each step of obedience is a step of leaning on God and choosing His will over our will. നമ്മുടെ ഇഷ്ടത്തിൻ്റെ മേൽ അവൻ്റെ ഇഷ്ടത്തെ വയ്ക്കുന്നതാണ് നാം ദൈവസന്നിധിയിൽ ഓരോ പ്രാവശ്യം അനുസരിക്കുമ്പോഴും സംഭവിക്കുന്നത്. പ്രൈസ് ഗോഡ്. അനുസരണ. The final point is through surrender. Leaning means transferring the weight of our worries onto Him. നമ്മുടെ വറീസിൻ്റെ വെയിറ്റ്, ഭാരമുണ്ടല്ലോ, വറീസ് നമ്മുടെ വിചാരങ്ങൾ, പ്രയാസങ്ങൾ, ആ ഭാരമെല്ലാം കൂടെ ഒരു ചാക്കിനകത്തേക്ക് ഇട്ടിട്ട് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അതാ കർത്താവ് മുമ്പേ നമ്മൾ വായിച്ച മത്തായിയുടെ ശേഷം 11-ാം അധ്യായത്തിൽ, നിൻ്റെ ഭാരങ്ങൾ എൻ്റെ മേലിട്ട് കൊടുക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കിലേക്ക് വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ട് ദാറ്റ് ഈസ് വാട്ട് ഈസ് ലീനിങ് ഓൺ ക്രൈസ്റ്റ് മീൻസ്. ഞാൻ പെട്ടെന്ന് നിർത്തിയെന്നേ ഉള്ളൂ. വി ഫൈൻഡ് പീസ് ഇൻ അവർ കെയോസ്, strength in weakness, direction in confusion, and rest for our souls. കർത്താവിലേക്ക് ചാരുമ്പോൾ ഏത് കൺഫ്യൂഷൻ വന്നാലും അതിനകത്ത് നമുക്ക് ഉത്തരവുണ്ടാകും. ഏത് പ്രയാസങ്ങൾ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ടാകും. എല്ലാം കെയോസായിത്തീരുമ്പോൾ, എല്ലാം പ്രയാസങ്ങളും എല്ലാം അവിടിവിടങ്ങളിലായിട്ട് വികേന്ദ്രീകരിച്ച് പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ വി വിൽ ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥതയുണ്ടാകും. ആൻഡ് വി വിൽ ഹാവ് എ ഡയറക്ഷൻ ഇൻ കൺഫ്യൂഷൻ. നമ്മൾ പെർപ്ലെക്സ്ഡ് ആകുമ്പോൾ, കൺഫ്യൂസ്ഡ് ആകുമ്പോൾ വി സി എ ക്ലീൻ വേ ടു മൂവ് ഓൺ. ഒരു യഥാർത്ഥ വഴി നമ്മുടെ മുമ്പിൽ വെളിപ്പെടും ഇഫ് യു ലീൻ ഓൺ ക്രൈസ്റ്റ്. കാരണം ക്രിസ്തു നമ്മുടെ മുമ്പാകെ യാത്ര ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ അവസാനത്തേക്ക് വന്നപ്പോൾ കുറച്ച് ധൃതി കാണിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മുന്നോട്ടുള്ള ജീവിതത്തിൽ
യേശുവിൽ ഞാൻ ജീവിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 3 വിഷയങ്ങളിൽ നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ഡിപ്പെൻഡൻസ് ഉണ്ടാകണം. 1, ലുക്ക് അൺ ടു ഹിം, അവനെ നോക്കി ജീവിക്കുക. 2, അവനിൽ നിന്ന് പഠിച്ച് ജീവിക്കുക. 3, അവനിൽ ചാരി ജീവിക്കുക. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കർത്താവ്